ഇറാനിൽ ഇന്ത്യ പണിത ചബഹാർ തുറമുഖത്തെ പിന്തുണച്ച് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ്. ചൈനയ്ക്കും പാകിസ്ഥാനും താലിബാന്റെ ഈ നിലപാട് ഒരുപോലെ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് അഫ്ഗാൻ പാക് അതിർത്തി യുദ്ധസമാന സാഹചര്യത്തിലൂടെ കടന്നുപോകുന്നതിനിടെയുണ്ടായ ഈ പ്രഖ്യാപനത്തിന് നിരവധി മാനങ്ങളുമുണ്ട്. ഇറാനിൽ ഇന്ത്യ നിർമ്മിച്ച ചബഹാർ തുറമുഖത്തെ പിന്തുണയ്ക്കാൻ തയ്യാറാണെന്നാണ് താലിബാൻ വക്താവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുംബൈയെ റഷ്യയുമായി ബന്ധപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവയ്ക്കുന്നതാണ് ചബഹാർ തുറമുഖം. ഈ പാത ഇറാൻ വഴി അസർബൈജാനിലൂടെ റഷ്യയിലേക്ക് എത്തുന്നതാണ്. കോടിക്കണക്കിന് രൂപ ചെലവിട്ടാണ് ഈ തുറമുഖം ഇന്ത്യ നിർമ്മിച്ചത്. ചബഹാർ നിൽക്കുന്ന പ്രദേശത്ത് കുഴപ്പമുണ്ടാക്കാൻ ആരെയും അനുവദിക്കില്ല. അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ നിന്നും ഇതിനെതിരെ ഒരു കുഴപ്പവും ചെയ്യാൻ ആരെയും അനുവദിക്കില്ല. ഔദ്യോഗിക പ്രഖ്യാപനത്തിൽ താലിബാൻ പറഞ്ഞു. ഇറാനിലാണെങ്കിലും അഫ്ഗാനിസ്ഥാന്റെ തൊട്ടടുത്താണ് ഈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല, മധ്യേഷ്യൻ രാജ്യങ്ങളായ തുർക്കമെനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും ചബഹാർ വഴി തുറക്കുന്നു. അതേസമയം തന്നെ പാകിസ്ഥാനെ ഒഴിവാക്കുകയും ചെയ്യാം. ഇതോടെ ചൈന കോടികൾ മുടക്കി പാകിസ്ഥാനിൽ നിർമ്മിച്ച ഗ്വാദർ തുറമുഖത്തിന് പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് ഇരു രാജ്യങ്ങളും ചബഹാറിനെ തുരങ്കം വെക്കാൻ ശ്രമിക്കുന്നത്. അതേസമയം അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ ശക്തമായ ഏറ്റുമുട്ടൽ തുടരുകയാണ്. വെടിവയ്പിൽ പാകിസ്ഥാന്റെ 29 പട്ടാളക്കാരാണ് കൊല്ലപ്പെട്ടത്. 2 താലിബാൻ സൈനികരും കൊല്ലപ്പെട്ടു. പാകിസ്ഥാന്റെ നിരവധി പട്ടാള പോസ്റ്റുകൾ താലിബാൻ ഭീകരസേന തകർത്തു. പക്ത്യ പ്രവിശ്യയിലെ ദണ്ഡി പത്താൻ ജില്ലയിലുള്ള 2 പാകിസ്ഥാൻ പട്ടാള പോസ്റ്റുകൾ താലിബാൻ സൈന്യം പിടിച്ചെടുക്കുകയും ചെയ്തു. പാകിസ്ഥാൻ സർക്കാർ ഇപ്പോൾ 2 താലിബാൻ ഗ്രൂപ്പുകളിൽ നിന്നും ഭീഷണി നേരിടുകയാണ്. ഒരു വശത്ത് പാകിസ്ഥാനിൽ തന്നെ പ്രവർത്തിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പായ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ, ഇവർ പാക് സർക്കാരിനെതിരെ സായുധ പോരാട്ടം തന്നെയാണ് നടത്തുന്നത്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സേനയും പാകിസ്ഥാനെതിരെ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. പാകിസ്ഥാനുള്ളിൽ താലിബാൻ തീവ്രവാദികളുടെ അഴിഞ്ഞാട്ടം നിർത്താൻ വേണ്ടി പാക് സർക്കാർ കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാനിൽ ശക്തമായ ബോംബാക്രമണം നടത്തിയിരുന്നു. കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ പക്തിക പ്രവിശ്യയിലാണ് പാക് സൈന്യം ജെറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ച് വ്യോമാക്രമണം നടത്തിയത്. എന്നാൽ അഫ്ഗാനിസ്ഥാനെതിരെ പാക് സൈന്യം നടത്തിയ ആക്രമണമായാണ് ഇതിനെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ കണ്ടത്. ഇതിനു പിന്നാലെയാണ് 15,000 പേരടങ്ങുന്ന താലിബാൻ സൈന്യം പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ പ്രവിശ്യയിലേക്ക് മാർച്ച് നടത്തിയത്.